ആരോഗ്യം എന്നുള്ള വിഷയത്തിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിലൊരു കമന്റ് ഉണ്ട്, നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ, ദാസേട്ടൻ്റെ തോന്നിയ അവസ്ഥയുണ്ട്. ഇത് കൂടെ കേട്ട് ഇത് കൂടെ വിടാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആരോഗ്യം ചെറിയ വിഷയമൊന്നുമല്ല. അപ്പോൾ എട്ട് വീട്ടിൽ പൊട്ടി കിടക്കുന്ന ചില ആളുകൾക്ക് പലതും പറയാനുണ്ടാവും. അത് നമ്മൾ ഇത് കൂടെ കേട്ട് ഇത് കൂടെ വിട്ടാൽ മതി. പക്ഷെ വേറെ 14 പേരെങ്കിലും അതിലിപ്പോൾ വാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. നോർമലി ഞാൻ വാച്ച് ചെയ്തവരെ പറ്റിയിട്ടോ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നവരെ പറ്റിയിട്ടോ പറയാനല്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ രാവിലത്തെ ഒരു റൂട്ടീനാണ്. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, പച്ചവെള്ളം. മീൻസ് ഡീടോക്സിഫിക്കേഷൻ തന്നെ നമ്മളെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് എടുക്കാൻ ഇഷ്ടംപോലെ വഴികളുണ്ട്. കാരണം ഫുള്ള് തിളകളാണ്, നവദ്വാരങ്ങളോട് കൂടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ശരീരം. അതിൽ ഓരോ ദ്വാരങ്ങൾക്കും അതാത് കാര്യങ്ങളുടെ കർമ്മങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ സിസ്റ്റം തന്നെയാണ്. ഹാർഡ്വെയർ സിസ്റ്റത്തിനെ ക്ലിയർ ആക്കണമെങ്കിൽ സോഫ്റ്റ്വെയറിൽ എന്ത് വേണം? അപ്ഡേഷൻസ് വേണം. നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ഇപ്പോൾ ആദ്യം XP, വിൻഡോസ് 7 അത് ഇത് അങ്ങനെ തുടങ്ങി വന്നിട്ട് ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? 10, 11 ആ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു XP എന്നൊക്കെ തുടങ്ങി അങ്ങനത്തെ വിൻഡോസിന്റെ കുറേ അപ്ഡേഷൻസ് വന്ന് അതിനേക്കാളും വലിയ ഉപരിയിലെത്തിയ ഹാർഡ്വെയർ സിസ്റ്റങ്ങളിൽ, അതായത് ഇപ്പോൾ ആപ്പിളിന്റെ ഐഫോണ് അതിലുള്ള ഉപയോഗിക്കുന്ന സിസ്റ്റം വേറെയാണ്, മറ്റ് വേറെ ഇതിൽ സിസ്റ്റം വേറെയാണ്, പ്രോസസ്സർ വേറെയാണ്. അപ്പൊ ഇത് ഓരോന്നിലും വേറെയാണ്. പക്ഷെ മനുഷ്യന്റെ ഇതെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യ ശരീരങ്ങളാണ്. പക്ഷെ ഓരോ മനുഷ്യ ശരീരങ്ങളിലും ടെക്നോളജിയ വ്യത്യസ്തമാണ്. അതായത് 9ാം ക്ലാസ്സിൽ പഠിപ്പുറത്തിയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞ സുഹൃത്തിൻ്റെ അവസ്ഥ തന്നെ, 9ാം ക്ലാസ്സിൽ പഠിപ്പുറത്തിയാണ്. പക്ഷെ ഭയങ്കര ടാലൻ്റാണ് ആള്. ചില കാര്യങ്ങളിൽ ആള് ടാലൻ്റാണ്. നമുക്കറിയാം, നന്നായിട്ട് നല്ല പരിചയമുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ 10ാം ക്ലാസ്സിൽ 2 വട്ടം തോറ്റിട്ട് പാസ്സായ കുറേ ആളുകൾ, അതൊന്നല്ല, നോർമലി പാസ്സായിക്കൊണ്ടേ ഇരിക്കുന്ന ആളുകൾ. അപ്പൊ എനിക്കും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരാജയങ്ങളുണ്ട്, വിജയമുണ്ട്, പരാജയമുണ്ട്. ചില കാര്യങ്ങളിൽ വിജയിക്കും, ചില കാര്യങ്ങളിൽ പരാജയപ്പെടും. മനുഷ്യൻ എന്താന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിൽ ചില അപ്ഡേഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ദൈവത്തിൻ്റെ അടുത്ത് നേരിട്ട് കിട്ടും. കാരണം ദൈവമാണ് ശരിക്കും ഈ സോഫ്റ്റ്വെയറിൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ഫുള്ള് റിപ്പയറിങ്ങിനും കറക്റ്റായിട്ട് ദൈവത്തിന് അറിയുള്ളൂ. അപ്പൊ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ കിട്ടും? എന്ത് കിട്ടും? അപ്പോഴും ഇവിടെ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല. ഇവിടെയുള്ള ഡോക്ടറെ കാണിക്കണം, ഇവിടെയുള്ള സിസ്റ്റങ്ങൾ യൂസ് ചെയ്യണം, ഇവിടെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കണം, ഇവിടെയുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കണം. എന്നാൽ തന്നെ ഇവിടെ ആരോഗ്യം എന്താണ്? ഇപ്പോ ഇവിടെ കിടക്കുന്നത് മുഴുവൻ വിഷമാണ്. അതിപ്പോ പല ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, പല പ്രോഡക്റ്റുകളിലും വിഷം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലേക്ക് തൊടാൻ പോലും പാടില്ലാത്ത അത്രയും ഹൈ കെമിക്കൽസ് ആണ്. അതേ സാധനം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യം ക്ലിയറാക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ, വിഷം, പാമ്പ് നമ്മുടെ ശരീരത്തിൽ ഒരു തവണ കൊത്തിയാൽ, എല്ലാ പാമ്പും ഇല്ല, ചില പാമ്പുകൾ കൊത്തിയാൽ ഉടനെ മരണം എന്ന് പറയില്ല. അണലി കടിച്ചാൽ ഉടനെ മരണം. ഇതുപോലത്തെ ഒരുപാട് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ വാവാ സുരേഷ്. എത്ര തവണ പാമ്പ് കടിയേറ്റിട്ടുണ്ട്. മീൻസ് ഇതിനൊരു പ്രതിരോധ ശേഷി വരാനുണ്ട്. ആദ്യം ഒരു തവണ കടിച്ച്, അപ്പോൾ ആളിനെ ചികിത്സിച്ച്, വീണ്ടും കടിച്ച്, വീണ്ടും ചികിത്സിച്ച്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കുറേശ്ശെ വിഷം കയറുമ്പോൾ, ഏതൊക്കെ രീതിയിലുള്ള ടോക്സിൻസ് കയറുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രതിരോധിക്കും. ഈ പ്രതിരോധമാണ് ശരിയായ ആരോഗ്യം എന്ന് പറയുന്നത്. അതായത് ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള കിനോളജി ശരിക്കും വരേണ്ടത് നമുക്ക് പനി വരുമ്പോൾ, ഛർദി വരുമ്പോൾ, വയറു നോക്ക് വരുമ്പോൾ, ക്യാൻസർ വരെ വരുമ്പോൾ ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ ശരീരം ഇപ്പോൾ എവിടെയാണ്, എന്താണ്. എൻ്റെ ശരീരത്തിന് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ, ബയോപ്സി എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് പറയാനുണ്ടാവും, ഇന്ന ആൾക്ക്, അതായത് എൻ്റെ പേരിൽ ഒന്നുകിൽ ബ്ലഡ് ക്യാൻസറിൻ്റെ സാധ്യത, ബ്ലഡ് ക്യാൻസർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. മീൻസ് ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാനുണ്ടാവും. ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ കുത്തിക്കയറ്റി വെച്ച ചില ഡയറക്ഷൻസ് അത് കൃത്യമായിട്ട് ഇങ്ങോട്ട് തരുന്ന ഒരു ഷോ ആണ് ബയോപ്സി. അപ്പോൾ ആരോഗ്യ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. അപ്പം നമ്പർ ഇടണമെന്നുള്ളൂ. ആരോഗ്യ വിഷയം, അനവധി വിഷയങ്ങളുണ്ട്.
പറഞ്ഞു പോട്ടെ. 5 മിനിറ്റായി, അതിൽ കൂടുതൽ പറയുന്നില്ല. നല്ലൊരു അടിപൊളി ജ്യൂസ് കഴിച്ചുകൊണ്ട് ദിവസം സമ്പൽ സമൃദ്ധമാവട്ടെ. ഈ ജ്യൂസിന്റെ ബാക്കി രഹസ്യങ്ങൾ നാളെ പറയാം. കാരണം ആരോഗ്യ രഹസ്യം ചെറുതല്ല, വലുതാണ്. ഇനി ഞാൻ എൻ്റെ വോയിസുകൾ, എൻ്റെ ക്ലിപ്പുകൾ കുറെ കൂടുതൽ ടൈം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കുറഞ്ഞ ടൈമിൽ, കുറഞ്ഞ സമയം കൊണ്ട് കുറേശ്ശെ കണ്ടന്റ്. അതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാവാത്തവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ട്രിപ്പിൾ ഓൺ ശാന്തി.